സജ്ജനങ്ങൾക്ക് പ്രണാമം. ഇന്ന് അധ്യാത്മരാമായണം കിഷ്കിന്ധഖണ്ഡത്തിലെ ലങ്കാമർദ്ദനം, ഹനുമാന്റെ ഹിതോപദേശം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാനസേ മണിമയേ വീരാസനെ സംസ്ഥിതം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ആപദാമപകർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാഷ്ട്രസംഗകം. ഉല്ലംഘ്യ സിന്ധൗ സലിലം സലീലം യശോകവന്നീ ജനകാത്മജേയ ആദായ തേനൈവ തദാഹലങ്കാം നമാമ്യതം പ്രാഞ്ജലിരഞ്ജനേയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തകാ രാമ. ശ്രീരാമ മമ ഹൃദി രമതം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ലങ്കാമർദ്ദനം. ചെറുതകലയൊരു വിടവിശിഖലവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസീചിതശ്രമം. പരപുരിയിൽ ഒരു നൃപതികാര്യാർത്ഥമായത് പാടവമുള്ളൊരു ദൂതൻ നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനിലയൊഴിഞ്ഞു സാധിച്ചതാ സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയേ. നിജഹൃദയ ചതുരതയോടവരം ഒരു കാര്യവും നീതിയോടെ ചെയ്തു പോം അവനുത്തമൻ. അതിനു മുഖരഹവിക നിശ്ചരകുലേശ്വരെ അൻപോട് കണ്ടോ പറഞ്ഞു പോയിടണം. അതിന് പെരുവഴിയുമിത് സുദൃഢമിതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനൻ. മിഥില നൃപമകൾ മരുവും വിമല ശിംസഭാ വൃക്ഷമൊഴിച്ചുള്ളതൊക്കെ തകർത്തവൻ. കുസുമതല ഫലസഹിത ഗുൽമവല്ലി ഇതരു കൂട്ടങ്ങൾ പൊട്ടി അലറി വീഴും വിധവും. ജനനിവഹ ഭയജനനാദവേദങ്ങളും ജംഗമാജാതികളായ പദത്രികൾ അതിഭയമോടകല ദിശികല് പറന്നുടൻ ആകാശമൊക്കെ പറന്നൂരു ശബ്ദവും. രതിരചരാപുരി ജഡതി കീഴ്മേൽ മറിച്ചതു രാമദൂതൻ മഹാവീരപരാക്രമൻ. ഭയമോടതു പൊഴുതു നിശരികളും ഉണർന്നത് പാർത്തനേരം കവിവീരനെ കാണായി. ഇവൻ അമിത ബലസഹിതം ഇടിനികരമൊച്ചയും
എന്തൊരു ജന്തുവീതെന്തിന് വന്നതും സുമുഖി തവ നികടപുവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയിലയോ ചൊല്ലടോ. മനസീവയമധികം ഇവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും നിശതമസി വരുവതിന് കാരണം എന്തു ചൊൽ നീ അറിയില്ലയോ ചൊല്ലിവനാരിടോ. രജനിചരാ കുലരചിതമായ കേളക്കവേ രാത്രിഞ്ചരന്മാർ കുഴിഞ്ഞറിയാവതോ. ഭയമിവന നികടമവി കണ്ടുമൻ മാനസേ പാരം വളരുന്നിതെന്താവതീശ്വര. അവന്റെ മകൾ അവരുടെ സൊന്ന നേരത്തവരാസുലങ്കേശ്വരനോട് ചൊല്ലിയിടിനാർ. ഒരു വിവനചരൻ അമിതബലൻ അതലസന്നിഭൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു. പുരവതിനു കരുതിയവൻ അപകട ഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കവേ. മുസലധര മനുഷ്യമതു കാക്കുന്നവരെയും മുൽപ്പെട്ടു തച്ചു കൊന്നിടിനാനശ്രമം. ഭുവനമതിലൊരുവേയും അവന് ഭയമില്ലഹോ പോയിലവൻ അവിടന്നിനിയും പ്രഭോ. ദശവദനിതിരജനി ശരികൾ വചനം കേട്ടു ദന്തശു കോപമാക്രോധ വിവശനായി. ഇവനിവിടെ നിശിതമസി ഭയമൊഴിക വന്നവൻ ഏതും എളിയവനല്ലെന്നു നിർണയം. നിശിതശരാ കുലിശ മുസലാദികൾ കൈകൊണ്ടു നിങ്ങൾ പോകാസു 100,000 വീരന്മാർ. നിശ്ചരകുലാദിവാ ആജ്ഞാകാരന്മാതി നിർഭയം ചെല്ലുന്നതുകൊണ്ടു മാരുതി. ശിഖരികുലമുടും അവന് മുഴുവനിളകും വണ്ണവും സിംഹനാഥം ചെയ്തത് കേട്ടു രാക്ഷസർ. സഭയതര ഹൃദയമത മോഹിച്ചു വീണിതോ സംഭ്രമത്തോടടുത്തിടിനാർ. പിന്നെയും ശിതവിശികാമുഖനികല ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഖുരുപരി വിരവനുയർന്നോചിതശ്രമം മുദ്ഗരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാൻ. നീതനിശീശരനിധന നിശമന ദശന്ധരേ നിർഭരം ക്രൂതിച്ചു നക്തഞ്ചരേന്ദ്രനും. അഖില വിലവതേരിൽ ഐവരെ ചെയ്യുകയെന്ന് അത്യന്തരോഷാ നിയോഗിച്ചനന്തരം പരമരണ നിപടനോട് എതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കു ഭവിച്ചത്. തദനു ദശവദനൻ ഉദിതകൃതാ ചൊല്ലിനാൻ തദ്ബലമത്ഭുതം മദ്ഭയോദ്ബോധിതം. പരിഭവമോടമിതബലാസഹിതമഭിച്ചെന്നോരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ. ഇവനെ മമ നികടവേ ജഡതി സഹജീവനോടിങ്ങ് ബന്ധിച്ചു കൊണ്ടെന്നു വച്ചിടുവാൻ. മഹിതാമതിവിലാസഹിതം എഴുവരൊരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ വൃഷം. ദശവദന വദന നിശമനബല സമന്വിതം ഗണ്ഡമുസലഖഡ്ഗേഷു ചാപാദികൾ കഠിനതലമലറി നിജകരമതിലെടുത്തുടൻ കർപ്പുരേന്ദ്രന്മാരെടുത്താർ. കവീന്ദ്രനും ഭുവനതലമൂലയെ മുഖലറിമരുവും വിധൗ ഭൂരശസ്ത്രം പ്രയോഗിച്ചാലനുക്ഷണം. അനിലജനും അവരെ വിരപൂടു കൊന്നിടിനാനമസു ലോകസമ്പത്താടനത്താലടോ. നിതസജീവാതനയേരിവരും അമിത സൈന്യവും നിർജ്ജരലോകം ഗമിച്ചതു കേൾക്കയാൽ മനസീ ദശമുഖന് ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ. ഇനിയൊരു വേല ഇവനോട് ജയിപ്പതേനില്ല മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാനാരെയും. ഇവരൊരുവർ എതിരിടയിൽ അസുരസുരജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയെ. അവർ പലരുമൊരു കവിയോടേറ്റു മരിച്ചത് അയ്യോ സുഹൃതം നശിച്ചിതു മാമകം. പലവമിതി കരുതിയൊരു പരവശത കൈകൊണ്ടു പാരം തളർന്നൊരു താതനോടാദരാൽ വിനയമുടു തൊടുത് ഇളയ മകനൂര ചെയ്തതോ വീരവംസാമിതം യോഗ്യമല്ലേതുമേ. അലമലാമിതറികിൽ അനുചിതം അഖില ഭൂഭൃതാം ആത്മഗീതമോ ധൈര്യ തേജോ ആത്മഗീതം ധൈര്യ ശൗര്യ തേജോഹരം. അരിവരനെ നിമിഷമിക കൊണ്ടുവരുവനെന്നക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. കവിവരനും അതുപുഴത് തോരണമേറിനാൻ കാണായി ദക്ഷകുമാരനെ സന്നിധോ. ശരനികര സകലിത ശരീരനായി വന്നത്
ശാഖാമൃഗാതിബന്ധാനമതു നേരം മുനിവനോടു ഗഗനപുവി നിന്നു താണാസൂതൻ മൂർധനി മുദ്ഗരം കൊണ്ടെറിഞ്ഞിടിനാൻ ശമനപുവി വിരവിനോടു ചെന്നു പൂകിയിടിനാൻ ശക്തനാമക്ഷകുമാരൻ മനോഹരൻ വിപദകുലരിപു നിശ്ചരാധിപൻ രാവണൻ വൃത്താന്തമഹന്ത കേട്ടു ദുഃഖാർത്തനായി അമരപതി ജിതമവിത ബലസഹിതമാത്മജ ആത്മഖേദത്തോടണച്ചു ചൊല്ലിയിടിനൻ പ്രിയതനയ ശൃണവചനമിഹതവതകോദരൻ പ്രേതാദിവാലയം മുഖ്യതു കെട്ടിയില് മമസുതനെ രണശിരസി കൊന്ന കവീന്ദ്രന് മാർത്താണ്ഡജാലയത്തിനയച്ചിടുവൻ ത്വരിതമഹം അതിലവല മൂടുപോയിടുവൻ തൽക്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ ഇത് ജനകവചന വലികൂട കേട്ടാതരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ ത്യജമനസി ജനകതവ ശോകം മഹാമത് തീർത്തുകൊള്ളുവിൻ ഞാൻ പരിഭവമൊക്കവേ മരണവിരഹിതൻ അവൻ അതിനില്ല സംശയം മറ്റൊരുത്തൻ ബലാൽ അത്ര വന്നിടുമോ ഭയം അവന് മരണകൃതമില്ലെന്ന് കണ്ടിൽ ഞാൻ ബ്രഹ്മാസ്ത്രമെയ്തു ബന്ധിച്ചു കൊണ്ടിടുവൻ ഭുവനതലമഖിലമരവിന്ദോദ്ബാധിയാം പൂർവദേവാരാധികൾ തന്ന വരത്തിനാൽ ബലമദനം അഭിയുതി ചെയ്യിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം അതു കരുതുമളവിലേഖ നാണമാമെത്രയും ഹന്തമശക്യോപി ജ്ഞാന വിളംബിതം കൃതിവിരവി നികൃതിവിരവി ഛത്മനാഭിവാ കൃത്രേണ ഞാൻ ത്വൽ സമീപേ വരുത്തവൻ സവതി വിവതുപഗതമിഹ പ്രമദാകൃതം സമ്പദ്വിനാശകരം പരം നിർണയം സസുഖമിഹ നിവസമയി ജീവതിത്വം വൃഥാ സന്താപമുണ്ടാ കരുതുമം ഇത് ജനകനോടു നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി രഥകവചാഭിഷികധനരാദികൾ കൈകൊണ്ടു രാമദൂതം ചെയ്തുമാശു ചെന്നിടിനാൻ ഗരുഡനിവ അതഗഗനമുൽപ്പതിച്ചിടിനാൻ ഗർജന പൂർവകം മാരുതി വീര്യവൻ ബഹുമതിയും അകതളലിൽ വന്നു പരസ്പരം ബാഹു ബലവീര വേഗങ്ങൾ കൺകയാൽ പവനസുത ശിരസി ശരമഞ്ചു കൊണ്ടെയ്തിതു പാകാരചിത്തായ പഞ്ചസ്യ വിക്രമൻ അത് സപതി ഹൃതി വിശികമിട്ടുകൊണ്ടെയ്തു മറ്റാറാറു ബാണം പദങ്ങളിലും തഥാ ശിതിവിശിക മതികതലമൊന്നു വാൽമേലെയ്തു സിംഹനാഥേന പ്രപഞ്ചം കുലുക്കിനൻ തതനു കവികുലതിലകൻ അമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം തുരകയുധാരഥവുമത ജഡതി പൊടിയാക്കിനാൻ ദൂരത്തു ചാടിനാൻ മേഘനിനാഥനും അപരമദൂരതമധിക വിതതമുടനേറി വന്ന അസ്ത്രശസ്ത്രപരീക്ഷം തുടങ്ങിനാൻ ഋഷിതമതി ദശവദനതനയ ശരവാധേന രോമങ്ങൾ നന്നാരുകീറി കവീന്ദ്രനും അതിനുമൊരു കെടുതി അവനില്ലെന്നു കൺകയാൽ അമ്പോധ സംഭവ ബാണമെയ്തിടിനൻ അനിലജനവും അതിനെ ബഹുമതിയോടുടനാദരിച്ചാഹന്ത മോഹിച്ചു വീണിതൂതലെ ദശവദന സുതൻ അനിലജനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങിനൻ പവനജനോ മനസ്സിനൊരു പീഡയുണ്ടായില്ല പണ്ടു ദേവന്മാർ കൊടുത്തു വരത്തിനാൽ നടനതള നേത്രനാൻ രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ അമലഹൃതി മതമദന ഭക്തി വിശുദ്ധരായി അജ്ഞാന കർമ്മ കൃതബന്ധനം ക്ഷണൽ സുചര വിരചിതമവി വിമുച്ച ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം രഘുതിലക ചരണയുഗ മകളിൽ വെച്ചോരു രാമദൂതന്റെ ബന്ധം ഭവിച്ചിടുമോ മരണജ നിയമ വികൃതി ബന്ധമില്ലാത്തവർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരുമതി കുതുകമടു നിശരണഞ്ഞുടൻ പാശഗണ്ഡേന ബന്ധിച്ചതു കാരണം ബലമിയലും അമരരിവ് കെട്ടിക്കിടന്നിടും ബ്രഹ്മാസ്ത്രബന്ധനം വേർവെട്ടിയതപ്പോഴെ വ്യതയും അവൻ
അകതടലിൽ ഇല്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞിലവൻ. നിശിചരരെടുത്തുകൊണ്ടാർത്തുപോകും വിധവും നിശ്ചലനായി കിടന്നൻ കാര്യഗൗരവൽ. അനിലജനെ നിശ്ചരകുലാദിവൻ മുമ്പിൽ വെച്ചാതിഥേയാദീവാരാധി ചൊല്ലിയിടിനാൻ. അമിത നിശ്ചരവരരെ രണശിരസി കൊന്നവനാശു വിരിഞ്ചാത്രബന്ധനായിടിനാൻ. ജനകതവ മനസി സജീവന്മാരുമായിനി ചെമ്മേ വിചാര കാര്യം നീ വിധീയതാം. പ്ലവകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥിവർഗത്തിനെല്ലാം ഒരന്തകൻ. നിതതനയ വചനമീതി കേട്ടു ദശാനനൻ നിൽക്കും പ്രകസ്തനോടോർത്തു ചൊല്ലിയിടിനാൻ. ഇവനിവിടെ വരുവതിനു കാരണം എന്തൊന്നും എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും മനുഷ്യമത് കാക്കുന്നവരെയും ഊക്കോട് മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതി ബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും. ഇവനോടിനി വിരവിനുടെ ചോദിക്ക നീ എന്ന് ഇന്ദ്രാരി ചൊന്നത് കേട്ടു പ്രഹസ്തനും പവനസുതനോടു വിനയ നയസഹിതമാതരാൽ പപ്രച്ച നെയ്യാലയച്ചു വന്നു കവി. നൃപസദസി കഥയമുമ സത്യം മഹാമത് നിന്നെ അഴിച്ചുവിടുന്നുണ്ടു നിർണയം. ഭയമകിലം അകതളിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കും ഈ സഭവർക്ക നീ. അനൃതവചനവും അമലധർമ്മ കർമ്മങ്ങളും അത്ര ലങ്കേശ രാജത്തിങ്കലില്ലടോ. നിഖില നിശ്ചരകുലവലാദിവൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനും മനസി രഘുകുലവരനെ മുകുരവി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. സ്ഫുടവചനമതി വിശദമിതി ശൃണു ജളപ്രഭോ പൂജനാം രാമദൂതൻ ഞാനധിക നീ. ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജകുലപതി ശയനൻ അമലൻ അഖിലേശ്വരൻ പൂർവദേവാരാതിമുക്തിമുക്തിപ്രദൻ പുരമദനാകൃതിയമണി നിലയന നിവാസിയാം ഭൂദേശസേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജകുലരിവോമണീരതധ്വജൻ മാധവൻ ഭൂപതി ഭൂതിവിഭൂഷണ സംവിധൻ. നിജജനക വചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു. ജനകജയും അവരജനുമായി വരുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടീല്. തവമരണ മിക വരുവതിനൊരു കാരണം താമരസോദ്ഭവകൽപിതം കേവലം. തദനൂ ദശരഥനയനും മതങ്കാശ്രമേ താവേന തമ്പികമായി ഗമിച്ചിടിനാൻ. തപനതനയനോട് അനലസാക്ഷിയായ സഖ്യവും താല്പര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരവതി സുതനെ ഒരു ബാണേന കൊന്നുടൻ അർക്കാത്മജന് കിഷ്കിന്ധയും നൽകിനാൻ. അടിമലിൽ അവനവനം അഴകിനോട് ചെയ്തവന്നാധിപത്യം കെടുത്താതി തീർത്തിയിടിനാൻ. അതിനവനും അവന് തനയാന്വേഷണത്തിനായ ആശകളോറും ഏകൈക 100,000 പ്ലവകുല പരിവിടലെ ലഘുതരമയച്ചതിൽ ഏകനഹമിഹ വന്നു കണ്ടിടിനേൻ. വനജ വിടവികളെ ഇഹ തകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭൂ. ഇലകിൽ നിശ്ചലവരന് ഒക്കെ മുടിച്ചതുമെന്നെ വധിപ്പതിനായി വന്ന കാരണം. മരണഭയം അകതള്ളില്ലയാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. ദശവദന സമരവിദേഹ രക്ഷാർത്ഥമായി ത്വൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനകം. ദശനിയുതാശതവയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ. തവതനയ കരകളിത വിധിവിശിക ഭാഷേന ഞാൻ തത്ര ബദ്ധനായേനൊരു കൽക്ഷണം. കമലഭവ മുഖസുരവര പ്രഭാവേനമേ കായത്തിനേതുമേ പീഡയുണ്ടായി വരാം. പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെടാ ബദ്ധഭാവേന വന്നിടിനേനത്ര ഞാൻ. അതിനും ഇത് പൊഴുതിലൊരു കാരണമുണ്ട് കേൾ അദ്യഹിതം തവ ഭക്തമുദ്യുക്തനായി. അകതളിരിൽ അറിവ് കുറയുന്നവർക്കേറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. അതു ജഗതി കരുതു കരുണാത്മനാ ധർമ്മമെന്നാത്മോപദേശം അജ്ഞാനിനം മോക്ഷതം. മനസ്സി കരുതുക
ഭുവനഗതിയെ വഴിയെ ഭവാൻ മഗ്നനായിടല മോഹമഹാംബുധവും ത്യജമനസി ദശവദന രാക്ഷസിം ബുദ്ധിയെ ദൈവിംഗതിയെ സമാശ്രയിച്ചിടു നീ. അത് ജനന മരണഭയനാശിനി നിർണയം അന്യയായുള്ളത് സംസാരകാരിണി. അമൃതഗന വിമല പരമാത്മബോധോചിതമത്യു അത്യുത്തമന്നയോദ്ഭൂതനല്ലോ ഭവാൻ. കളകതവ ഹൃദി സപതി തത്വബോധേന നീ കാമകോപദ്വേഷലോപമോഹാദികൾ കമലഭവസുതനയ നന്ദനേനാകയാൽ കർപ്പുരപാപം പരിഗ്രഹിയായിക നീ. ധനുജസുരാമനുജക മൃഗഭുജക ഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടു നീ. പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങളിൽ ആത്മാവറികടു. അമൃതമയൻ അജൻ അമലൻ അദ്വയേന വ്യയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലൻ. നിരവനമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ. നിഗമപരനിലയനൻ അനന്തനാദ്യൻ വിഭു നിത്യം നിരാകാരനാത്മാ പരബ്രഹ്മം. വിധിഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്തവേദേന അവേദ്യനജ്ഞാനിനാം. സകല ജഗതിതമറിക മായാമയം പ്രഭോ സച്ചിന്മയം സത്യബോധം സനാതനം. ജഡമകില ജഗതിതമനിത്യമറിയുക നീ ജന്മജലമരണാദി ദുഃഖാന്വിതം. അറിവതിനു പണിപരമ പുരുഷമറിമായങ്ങൾ ആത്മന ആത്മനാ കണ്ടു തെളിക നീ. പരമഗതി വരുവതിന് പരമൊരുപദേശവും പാർത്തു കേട്ടിട്ട് ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ. അനവരതം അകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം. അകലുമളവതി വിശുദ്ധമായി ആശുതത്വജ്ഞാന ഭൂമുദിക്കും ദൃഢം. വിമലതര മനസി ഭഗവത്തത്വ വിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതികൾ. രജനീശരാവനതകന മന്ദാക്ഷരദ്വയം രാമരാമേതു സദൈവ ജപിക്കയും. രജസപതി നിജകൃതി വിഹായ നിത്യം മുതാ രാമപദധ്യാനമുള്ളിലുറക്കയും. അറിവു ചെറു തകതള്ളൊരു പുരുഷനുണ്ടെങ്കിൽ അഹന്ത വേണ്ടെന്നതാകയാലാസു നീ. ഭജ ഭവഭയാവഹം ഭക്തലോകപ്രിയം ബാലകോടിപ്രഭം വിഷ്ണുപദം ഭുജം. മധുമദന ശരണ സരസീജയുകളമാശു നീ മൗഢ്യങ്ങളഞ്ഞു ഭജിച്ചു കൊണ്ടിടടോ. കുസൃതികളുമിനി മനസീ കനിമനുണ്ട് കളഞ്ഞു വൈകുണ്ഠ ലോകം ഗമിപ്പാൻ വഴി നോക്കു നീ. പരതനകളത്ര മോഹേന നിത്യമൃത പാപമാർജിച്ച് കീഴ്പോട്ട് വീണിടല. നടനതലാനയനകിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം. പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തിവിശ്വാസേന സേവിക്ക സന്ധതം. ശരണവിധി ചരണകമലേ വധിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി. കലുഷമനവധി ജഡതി ചെയ്തതെന്നാകിലോ കാരുണ്യമീവണ്ണമില്ല മറ്റാർക്കുമേ. രഘുപതിയെ മനസ്സിൽ കരുതികൾ അവനെ ഭൂതലെ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ. സനകമുഖമുനികൾ വചനങ്ങളിതോർക്കിടോ സത്യം അയോക്തം വിരിഞ്ചാതി സമ്മതം. അമൃതസമാപതന വിധി പവനതനിബോധിതം അത്യന്തരോഷേണ കേട്ടു ദശാനനൻ. നയനവിരുപതിൽ മത കനചിതരമാരുടൻ നന്നായുരുട്ടി മിഴിച്ചു ചൊല്ലിയുടിനൻ. തിലസദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ. മമ നികടവു വീവടിപൊളപ്പമിരുന്നുമാ മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ. ഭയവും ഒരു വിനയവും ഇവന് കൺമാനില്ല ഭാവിയായ ഒരു ദുഷ്ടാത്മാസടനിവൻ. കഥയമമ രാമനെന്നാരു ചൊൽ കാനനവാസി സുഗ്രീവനെന്നാലടോ. അവരയമനന്തരോ ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ. ദശവദന വചനമിതി കേട്ടു കോപം പൂണ്ട് ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനൻ. നിലവുതവ മനസി പെരുതെത്രയും നന്നു നീ നിന്നോടിതൊരു 100,000 രജനീചര കുലപതികളായൊളിഞ്ഞുള്ളോരോ രാവണന്മാർ ഒരുമിച്ച് തീർത്തിയിടിലും. നിയതമിതമ ചെറുവിതൽക്കു പോരാ പിന്നെ നീ എന്ത് ചെയ്യും ഇതെന്നോട് കസ്മല.
പവനസുതവദനം ഇത് കേട്ടു ദശസ്യനും പാർശ്വത്യതന്മാരോടാശു ചൊല്ലിയിടിനാൻ. ഇവിടെ നിശ്ചയർ ഒരുവനായുധപാണിയായില്ലയോ, കള്ളനെ കൊല്ലുവൻ ചൊല്ലുവൻ. അതുപൊഴുതിൽ ഒരുവൻ അവനോട് അടുത്തിയിടിനാൻ. അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ, അരുതരുത് ദുരിതമിത്, ദൂതനെ കൊല്ലുകെന്നാർക്കെടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവൻ. ഇവനെ വയമിവിടെ വിരവോട് കൊന്നിയിടിനാൽ എങ്ങനെ എങ്ങറിയൊന്നിതു രാഘവൻ. അതിന് പുനരിവനടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണമതല്ലോ നൃപോചിതമോ. ഇത് സദസി ദശവദന സഹജവദനേന താൻ, എങ്കിലതങ്ങിനെ ചെയ്യുന്നു ചൊല്ലിനാൻ. ലങ്കയിൽ ചെന്ന് സീതാദേവിയെ കണ്ട് അടയാളവാക്യവുമായിട്ട് തിരിച്ചു പോകാൻ തയ്യാറായ ഹനുമാൻ അവിടെ ലങ്കയിൽ താൻ വന്ന കാര്യം അറിയിക്കാൻ വേണ്ടി നിശ്ചയിക്കുന്നു. അതിന്റെ ഫലമായിട്ട് അവൻ മനസ്സിൽ ചിന്തിക്കുകയുണ്ടായി, ശത്രുരാജ്യത്ത് വന്നിട്ട് ഇവിടെയുള്ളവരെ അറിയിക്കാതെ പോകുന്നത് മോശമാണ്. അതിനാൽ എന്താണ് ചെയ്യേണ്ടത് ചിന്തിച്ചിട്ട് അതിന് പെരുവഴിയും ഇത് സുദൃഢമിത് ചിന്ത ചെയ്ത് ആ ഉദ്യാനമൊക്കെ തകർക്കാൻ വേണ്ടി തുടങ്ങി. സീതാദേവി താമസിക്കുന്ന ആ ശംസാവൃക്ഷം ഒഴിച്ച് മറ്റുള്ളതൊക്കെ അവൻ തകർക്കുകയുണ്ടായി. ഫലങ്ങളുള്ള പല വൃക്ഷങ്ങളും വള്ളികളൊക്കെ പൊട്ടി വീഴുകയാണ്. പക്ഷികളൊക്കെ പറന്ന് പേടിച്ച് പക്ഷികളൊക്കെ ശബ്ദത്തോടി പറന്നകലുന്നു. സർവത്ര ശബ്ദകോലാഹലം. എന്തിനു പറയുന്നു, ഹനുമാൻ ആ ലങ്കാനഗരം തന്നെ കീഴ്മേൽ മറച്ചു. ഈ ശബ്ദകോലാഹലങ്ങളും ഒക്കെ കേട്ടപ്പോൾ രാക്ഷസിമാർ ഉണർന്നു. നോക്കുമ്പോഴാണ് ഹനുമാനെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അവർ ചിന്തിച്ചു, ഇതേതാണ് ഇടിക്കു തുല്യമായ ശബ്ദം, ഒരു വിചിത്രമായ ജന്തു. സീതയോട് ചോദിച്ചു, ഇവൻ നിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നില്ലേ, ഇവൻ ആരാണ്? ഇവനെ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ വളരെ ഭയം തോന്നുന്നുണ്ട്. ആരന്റെ വേഷമാണ് ധരിച്ചിട്ടുള്ളത്, ഇവൻ ആരാണെന്നൊക്കെ ചോദിച്ചപ്പോൾ സീത പറഞ്ഞു, രാക്ഷസന്മാരുടെ മായകളൊക്കെ എനിക്കറിയില്ലല്ലോ, എനിക്കും ഇവനെ കണ്ടിട്ട് വളരെ ഭയമുണ്ടാകുന്നുണ്ട്. സീതയുടെ വാക്ക് കേട്ടപ്പോൾ രാക്ഷസ സ്ത്രീകൾ പോയിട്ട് അവിടെ രാവണനോട് വിവരം പറഞ്ഞു. ഒരു വാനരൻ വളരെയധികം ശക്തനായിട്ടുള്ള ഒരാളാണ്, വന്നിട്ട് ഉദ്യാനത്തിൽ വന്നിട്ട് ഉദ്യാനമൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. അവൻ അവിടെയുള്ളതായ വൃക്ഷങ്ങളും ചെടികളും എല്ലാം തകർത്തിരിക്കുന്നു. അതിന് കാവൽ നിൽക്കുന്ന കാവൽക്കാരെയും തച്ചുകൊല്ലുകയുണ്ടായി. അവന് ഭൂമിയിൽ ആരെയും അവന് പേടിയില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും അവനിതാ അവിടെ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാക്ഷസസ്ത്രീകളുടെ വാക്കുകൾ കേട്ടപ്പോൾ കോപം കൊണ്ട് പല്ല് കടിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു, രാത്രിയിൽ ഇവിടെ ഒറ്റക്കൊരുത്തൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഏതായാലും നിസ്സാരനല്ല എന്ന് വ്യക്തമാണ്. അതിനാൽ നിങ്ങൾ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് 100,000 വീരന്മാർ പോവുക അവനെ എതിർക്കാൻ. അങ്ങനെ കുറെ രാക്ഷസന്മാര് രാവണന്റെ വാക്ക് കേട്ടിട്ട് ഹനുമാൻ എതിർക്കാൻ വേണ്ടി പോയി. ഹനുമാൻ എതിർക്കാൻ വേണ്ടി പോകുമ്പോൾ ഹനുമാനാകട്ടെ ശക്തമായിട്ട് അട്ടഹാസം ചെയ്തു. ആ ഹനുമാൻ അട്ടഹാസത്തിൽ രാക്ഷസന്മാർ തന്നെ ഭയപ്പെട്ടു. പിന്നീടും അവർ ഹനുമാന്റെ നേരെ എതിർക്കാൻ വേണ്ടി വന്നു. ധാരാളം അസ്ത്രങ്ങൾ അവർ പ്രയോഗിച്ചു. ഹനുമാനാകട്ടെ അതിനെല്ലാം മുദ്ഗരം കൊണ്ട് താണ്ടിച്ചുടക്കിയിടിനാൻ. പിന്നീട് രാവണൻ പറഞ്ഞനുസരിച്ചിട്ട് അഖില ബലപതികരിൽ ഐവരെ ചെയ്യുക എന്ന് അത്യന്ത രോഷാണ് നിയോഗിച്ചു. എന്നിട്ട് പറയുന്നു, ഹനുമാനെ എതിർക്കാൻ വേണ്ടി പോയി അവരെല്ലാം മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് ദേഷ്യത്തോടി രാവണൻ പറഞ്ഞു, ഇവന്റെ ബലം അത്ഭുതം തന്നെയാണ്, എനക്ക് പോലും ഇവനെ കാണുമ്പോൾ പേടിയാകുന്നു. ഇവനെ എതിർക്കാൻ വേണ്ടി പോയി ആ പഞ്ചസേനാധിപന്മാർ മരിച്ചുവല്ലോ, ഇവനെ പിടിച്ചു കെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. അതിന് മന്ത്രിപുത്രന്മാർ പുറപ്പെടണമെന്ന് പറഞ്ഞു. അവര് ആയുധങ്ങളൊക്കെ ആയിട്ട് ഹനുമാൻ എതിർക്കാൻ വേണ്ടി പോയി. ഹനുമാനാകട്ടെ കടനതെല്ലാം അലറിക്കൊണ്ട് ഹനുമാനും അവർക്ക് ഏറ്റുമുട്ടി. എന്നിട്ട് പറയുന്നു, അനിലജനം അവരെ വിരവൂടെ കൊന്നിയിടാൻ ആസു ലോക സ്തംഭതാടനത്താലടോ. അങ്ങനെ രാവണന്റെ മന്ത്രിപുത്രന്മാര്
മരണപ്പെട്ടു. അതും കൂടി കേട്ടപ്പോൾ രാവണന് വളരെ കോപവും ഭീതിയും ഒക്കെ ഉണ്ടായി, ലജ്ജയും തോന്നി. ഇവരോട് ജയിക്കാൻ വേണ്ടി ഇവിടെ ഇനി ആരും ഞാൻ കാണുന്നില്ല. ഈ യുദ്ധത്തിന് പോയതായി രാക്ഷസന്മാരൊക്കെ എതിർക്കാൻ വേണ്ടി ലോകത്തിൽ ആർക്കും സാധിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള കേമന്മാരൊക്കെ ഈ ഒരു കുരങ്ങനോട് ഏറ്റുമുട്ടിയിട്ട് മരിച്ചുവല്ലോ, എന്റെ സുഹൃത്ത് നശിച്ചുവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവണൻ വിലപിക്കുകയാണ്. അങ്ങനെ വിലപിക്കുന്ന രാവണനോട് മകനായ ഇന്ദ്രജിത്ത് പറഞ്ഞു, അച്ഛാ, ഇത് അങ്ങയെപ്പോലുള്ള വീരന്മാർക്ക് ഇങ്ങനെയുള്ള മൗഢ്യം പാടുള്ളതല്ല. ധൈര്യമായിരിക്കുക, അരനിമിഷം കൊണ്ട് ഞാൻ അവനെ പിടിച്ചു കെട്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി ചെയ്യാറായി. അങ്ങനെ അക്ഷകുമാരൻ പോയിട്ട് അവിടെ ഘോരമായ യുദ്ധമാണ്. ഹനുമാനാകട്ടെ മുനിവനോട് ഗഗനഭൂമിയിൽ നിന്നതാണ് അസുതൻ ഊർധനി മുദ്ഗരം കൊണ്ടെറിഞ്ഞിട്ട് ഇതിൽ പറയുന്നു അക്ഷകുമാരൻ മരണപ്പെടുകയുണ്ടായി. ഇതും കൂടി കേട്ടപ്പോൾ അവൻ വളരെയധികം ദുഃഖിച്ചു. അവിടെ നിന്നുകൊണ്ട് മകനെ ഇന്ദ്രജിത്തിനോട് പറഞ്ഞു, പ്രിയതനയ ശൃണവദനമിഹ തവ സഹോദരൻ പ്രേതാതിമാലയം പൊക്കത് കേട്ടിയില്ലേ? നിന്റെ സഹോദരൻ മരിച്ചത് നീ അറിഞ്ഞില്ലേ? എന്റെ മകനെ കൊന്നായ ആ വാനരനെ എത്രയും പെട്ടെന്ന് പിടിച്ചു കെട്ടി നീ കൊണ്ടുവരണം. അനുജന്റെ പിണ്ടകർമ്മങ്ങളൊക്കെ പിന്നെ ചെയ്യാൻ നീ വളരെ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദ്രജിത്ത് പോകാൻ തയ്യാറായി. ഇന്ദ്രജിത്ത് പറഞ്ഞു, ഒരു മരണഭയമില്ലാത്തവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നിസ്സാരക്കാരനല്ല എന്ന് വ്യക്തമാണ്. അവന് മരണഭയം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ അവസാനം നിവൃത്തിയില്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ട് ഞാൻ അവനെ കീഴ്പ്പെടുത്തി കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജിത്ത് പുറപ്പെട്ടു. രഥകവച വിശിഖധനുരാദികൾ കൈകൊണ്ട് രാമദൂതൻ ജീവിതമാസി ചെന്നിടിനാൻ. ഗരുഡനെ പോലെ അവൻ ചാടി വീഴുകയുണ്ടായി. ഹനുമാനാകട്ടെ ശക്തമായി അട്ടഹസിച്ചു. പരസ്പരം ഘോരമായ യുദ്ധം ചെയ്ത പരസ്പരം രണ്ടുപേർക്കും ബഹുമാനങ്ങളുണ്ടായി. അവരുടെ ബാഹുബല വീരങ്ങൾ കണ്ടിട്ട് എന്തിനു പറയുന്നു, ഹനുമാനെ ഇന്ദ്രജിത്ത് ശരം 5 കൊണ്ട് എഴുതിയതോ പാകാരജിത്തായ പഞ്ചാസ വിക്രമൻ. 6 ബാണങ്ങൾ കാലിൽ തറപ്പിച്ചു. എന്തിനു പറയുന്നു, ഒന്ന് ഹനുമാന്റെ വാലിൽ പ്രയോഗിച്ചു. ഹനുമാൻ സിംഹനാഥേന പ്രപഞ്ചം കുലക്കിനാൻ. പിന്നീട് ഹനുമാനാകട്ടെ അമ്പ് കൊണ്ട് ദുഃഖിതനായി അവസാനം ഒരു സ്തംഭം എടുത്തിട്ട് അവന്റെ തേരാളിയെ കൊന്നു. അവന്റെ രഥം തവിടുപൊടിയാക്കി ഉണ്ടായി. രഥം തകർന്നായ മേഘനാഥൻ നിലത്ത് ചാടിയിറങ്ങി. പിന്നീട് വേറൊരു രഥത്തിൽ വന്നിട്ട് ആദ്യ അസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇന്ദ്രജിത്തിന്റെ തുരിതരിയായ അസ്ത്രപ്രിയമേറ്റിട്ട് 14 രോമങ്ങൾ കീറി കവീന്ദ്രനും. എന്നിട്ടും ഹനുമാന് യാതൊരു ക്ഷീണവുമില്ല എന്ന് കണ്ടപ്പോൾ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ വളരെ ഭക്തിയോടുകൂടി ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടിട്ട് ഹനുമാൻ മോഹിച്ച് വീണു തപോതലേ. അങ്ങനെ ഹനുമാനെ പിടിച്ചു കെട്ടിയിട്ട് ഇന്ദ്രജിത്ത് അച്ഛന്റെ മുന്നിൽ കൊണ്ടുവെക്കുകയാണ്. ഹനുമാനാകട്ടെ യാതൊരു തരത്തിലുള്ള മാനസിക പീഡയും ഉണ്ടായില്ല. പക്ഷേ ഹനുമാൻ ഭദ്രൻ എന്നുള്ള ഭാവത്തിന് അവിടെ കിടക്കുകയുണ്ടായി. കപടമതി കരചരണ വിവശത്വം കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. മറ്റു രാക്ഷസന്മാരെല്ലാം ചേർന്നിട്ട് ശക്തമായ കയറുകൊണ്ട് പിടിച്ചു കെട്ടുകയുണ്ടായി. അപ്പോഴേക്ക് ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ബന്ധനം വേർപെട്ടിട്ടുണ്ടായിരുന്നു. ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടപ്പോഴും താൻ ബന്ധനാണെന്നുള്ള ഭാവത്തിൽ തന്നെ ഗൗരവം കൊണ്ട് നിശ്ചലനായിട്ട് കിടക്കുകയാണ് ചെയ്തത്. രാക്ഷസന്മാര് ഹനുമാൻ എടുത്തു പോകുമ്പോഴും താൻ ബന്ധനം ആണെന്നുള്ള ഭാവത്തിന് അവിടെ കിടന്നു. ഒരു ഹനുമാൻ രാവണന്റെ മുമ്പിൽ മുന്നിൽ വന്നു ചേർന്നു. ഇന്ദ്രജിത്ത് പറഞ്ഞു, നമ്മുടെ രാക്ഷസന്മാരെ കൊന്നതായ ഇവരെ ഇതാ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് മന്ത്രിമാരും ആലോചിച്ച് എന്താ വേണം അച്ഛൻ ചെയ്തു കൊള്ളുക. ആ സമയത്ത് പ്രഹസ്തനോട് പറഞ്ഞു രാവണൻ, ഇവൻ ആരാണ്? ഇവൻ ഇവിടെ വരാൻ കാരണം എന്താണ്? എന്തിനാണ് ഇവൻ ഉദ്യാനമൊക്കെ തകർത്തത്, രാക്ഷസന്മാരെയൊക്കെ കൊന്നത്? ഇവൻ ആരുടെ ദൂതനാണ് ഒക്കെ നീ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രഹസ്തൻ വളരെ വിനയത്തോടു കൂടി ഹനുമാനോട് ചോദിച്ചു, പപ്രച്ച നീ ആരയച്ചു വന്നുകവേ, ആര് പറഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇവിടെ നീ സത്യം തുറന്നു പറഞ്ഞുള്ളൂ, ഭയപ്പെടേണ്ടില്ല.
നിന്നെ അയച്ചു വിടുന്നുണ്ട്. ബ്രഹ്മസഭക്ക് തുല്യമാണ് ഈ രാവണന്റെ സഭ. സത്യം പറയണം, ഇവിടെ കള്ളത്തരങ്ങളൊന്നുമില്ല, പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീരാമചന്ദ്രനെ മനസ്സ് ധ്യാനിച്ചുകൊണ്ട് ഹനുമാൻ രാവണന് ഉപദേശം കൊടുക്കുകയാണ്. ശൃണു ജളപ്രഭോ, അല്ല വിഡ്ഢിയായിട്ടുള്ള രാജാവേ, ഞാൻ ശ്രീരാമന്റെ ദൂതനാണ്. ശ്രീരാമനും സീതയും അനുചരമായിട്ട് കാട്ടിൽ കഴിയുന്ന കാലത്ത് നീ ശ്രീരാമന്റെ ഭാര്യ സീതയെ കട്ടുകൊണ്ടുവന്നില്ലേ? അത് നിമിത്തം നിന്റെ മരണത്തിന് കാരണമായിരിക്കുകയാണ്. ദശരഥനീയനും മതങ്കാശ്രമത്തിൽ ലക്ഷ്മണനുമായി കഴിഞ്ഞു. ആ സമയത്ത് അഗ്നിസാക്ഷിയായിട്ട് സുഗ്രീവനെ സഖ്യം ചെയ്തു. സുഗ്രീവന് ഭാര്യയെ കൊന്നിട്ട് ഉപകാരം ചെയ്തു. അതിന്റെ ഫലമായിട്ട് സീതയെ കണ്ടെത്താൻ വേണ്ടി വാനന്മാരെ അയച്ചിരിക്കുകയാണ്. പ്ലവകുല പരിപടൽ യുഗതരമായി അയച്ചതിൽ ഏകനഹമിക വന്നു കണ്ടിട്ടുണ്ട്. അതിൽ ഒരുത്തനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നിന്റെ ഉദ്യാനൊക്കെ തകർത്തതിന്റെ കാരണം ചോദിച്ചാൽ അത് വാനര പ്രകൃതിശീലം വിഭോ. പിന്നെ രാക്ഷസന്മാരൊക്കെ വെച്ച് എന്തിനാണ് ചോദിച്ചാല്, എനിക്ക് മരണഭയമുണ്ടല്ലോ, ആത്മരക്ഷാർത്ഥമാണ് ചെയ്തത്. മരണഭയം അകലില്ലാതെ ഭൂമി മറ്റൊരു ജന്തുക്കളും ഇല്ലെന്ന് നിർണയം. അതിനാൽ എന്റെ ദേഹം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ എതിർക്കാൻ വന്ന രാക്ഷസന്മാരെയൊക്കെ കൊന്നത്. എത്ര പ്രായമായാലും എല്ലാവർക്കും മരണത്തെ ഭയമുണ്ടാകുമല്ലോ. അവസാനം നിന്റെ മകനായ ഇന്ദ്രിയത്തിന്റെ ആ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചപ്പോൾ അതിനെ ബഹുമാനിച്ചിട്ട് ഞാനിതാ ഇവിടെ നിന്റെ മുന്നിൽ വന്നേ ഉള്ളൂ. എനിക്ക് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്റെ മുന്നിൽ ഇപ്രകാരം വന്നത് നിനക്ക് ചില ഉപദേശങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ്. കാരണം അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നത് പണ്ഡിതന്മാരുടെ കടമയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഉപദേശിക്കാൻ വേണ്ടിയാണ് വന്നത്. രാവണ, ഒരു കാര്യം ചെയ്യണം, നീ എങ്ങനെ എപ്പോഴും മഗ്നായിടല മോഹമഹംബുധവും ഈ രാക്ഷസീയമായ ബുദ്ധി ഉപേക്ഷിക്കുക. ദൈവിക ബുദ്ധിയാണ് നീ കൈക്കൊള്ളേണ്ടത്. നീ ഇങ്ങനെ പ്രത്യേകിച്ചും കമലഭവസ്വതനയ നന്ദനാകയാൽ ഈ കർപ്പുരഭാവം നീ പരിഗ്രഹിക്കാൻ വേണ്ടി ഈ രാക്ഷസഭാവം നിനക്ക് പാടില്ല. നീ ശരിക്കും ബ്രാഹ്മണന്റെ മകനാണ്. ഈ രാക്ഷസഭാവം നീ കൈക്കൊള്ളാൻ വേണ്ടി പാടില്ല. അതിനാൽ സാക്ഷാൽ ഈ ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നിനക്ക് പരമഗതി വരുവതിന് പരമൊരുപദേശവും പാർത്ത് കേട്ടിട്ട് ചൊല്ലിത്തരുന്നുണ്ട് ഞാൻ. ശരിക്ക് സദാസമയത്തുമുള്ളതായ ഹരിഭക്തി വർദ്ധിച്ചു വന്നാൽ ആത്മവിശുദ്ധി വന്നു ചേരും. ഈ ആത്മവിശുദ്ധി വന്നു ചേർന്നാൽ നമ്മളുടെ മനസ്സിൽ തത്വജ്ഞാനം ഉണ്ടാകും. ആ തത്വജ്ഞാനത്താൽ വിജ്ഞാന വിശ്വാസ കേവലാനന്ദബോധിയാൽ മോക്ഷമാണ് ലഭിക്കുക. രാക്ഷസവംശമാവുന്ന കാടിനെ നശിപ്പിക്കുന്ന മന്ത്രമാണ് രാമനാമം. ആ രാമനാമത്തിൽ സദാസമയം ജപിച്ചുകൊണ്ടിരിക്കുക. രാമനാമം സദാസമയവും ജപിക്കുകയും ശ്രീരാമന്റെ പാദങ്ങളെ മനസ്സിൽ ധ്യാനിക്കുകയും ഏതെങ്കിലും ഒരു പുരുഷൻ ചെയ്താൽ ആ പുരുഷന് ഒരിക്കലും ഈ ഭൗതികമായ ജീവിതത്തിൽ ഭയപ്പെടേണ്ടി വരില്ല. അതിനാൽ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളെ മൗഢ്യം കളഞ്ഞ് നീ ഭജിച്ചു കൊണ്ടിടടോ. ഇനി നിന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള കുസൃതികളൊന്നും നീ ഇനി മനസ്സിൽ വെച്ച് നിൽക്കേണ്ടതില്ല. എത്രയും പെട്ടെന്ന് വൈകുണ്ഠ ലോകത്തെത്താനുള്ളതായ വഴി നോക്കൂ. നേരായ മാർഗത്തിൽ സഞ്ചരിക്കുക. മറ്റുള്ളവന്റെ ഭാര്യയെ മോഹിച്ചുകൊണ്ട് ഇങ്ങനെ പാപമാർജിച്ചിട്ട് നരകത്തിൽ നീ വീഴാൻ വേണ്ടി നിൽക്കരുത്. അതിനാൽ സാക്ഷാൽ പരമപുരുഷം പരമാത്മാനം അദ്വയം ഭക്തി വിശ്വാസേന നീ സേവിക്കുകയാണ് വേണ്ടത്. ശ്രീരാമന്റെ പാദങ്ങളിൽ പോയിട്ട് നമസ്കരിക്കുക. ശത്രുഭാവത്തെ ത്യജിച്ച് സന്തുഷ്ടനായി എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും രഘുപതിയെ മനസ്സിൽ ധ്യാനിക്കുന്നവന് ഭൂമിയിൽ രണ്ടാമത് ജന്മം ഉണ്ടാവില്ല. ഇതൊക്കെ സനക മഹർഷിമാരുടെയൊക്കെ വചനങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനാൽ നീ ശ്രീരാമന്റെ ഭാഗത്തെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്നുള്ളതായ ഹിതോപദേശം കേട്ടപ്പോൾ രാവണൻ കോപിച്ചുകൊണ്ട് ദേഷ്യത്തോടുകൂടി കണ്ണിൽ നിന്ന് തീക്കട്ടവാർന്ന പോലെ ദേഷ്യത്തോടുകൂടി വിളിച്ചു പറയുണ്ടായി, ഇവനെ വെട്ടി നുറുക്കിയാണ് വേണ്ടത്. ഇത്ര ധിക്കാരമുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ മുന്നിൽ എന്നോടൊപ്പം ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ധിക്കാരം പറഞ്ഞ ഇവനൊരു ഭയവുമില്ല, വിനയവുമില്ല, പാപിയാണ്. നീ ഈ രാമൻ എന്ന് പറഞ്ഞ ആരാണ് ഈ രാമൻ? കാട്ടിൽ കഴിയുന്ന സുഗ്രീവനെ പറ്റി പറഞ്ഞു, ആരാണ് ഈ സുഗ്രീവൻ?
ഇനി രാമനായാലും സുഗ്രീവനായാലും എന്തിന് ഈ ജാനകിയെയും ദുഷ്ടനാ നിന്നെ പോലും ഞാൻ കൊല്ലുകയാണ് ചെയ്യുക എന്നൊക്കെ രാവണന്റെ വീരവാദം കേട്ടപ്പോൾ ഹനുമാൻ കോപത്തോടെ പല്ലുകടിച്ച് പറഞ്ഞു, നിന്റെ ആഗ്രഹം കൊള്ളാം, പക്ഷെ നിന്നെ പോലുള്ള 100,000 രാവണനായ രാക്ഷസന്മാർ ഒത്തു ചേർന്ന് വന്നാലും എൻ്റെ ചെറുവിരൽ പോലും നീ എത്തില്ല, പിന്നെ നീ എന്നോട് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ദേഷ്യം വന്നായ രാവണൻ കുഴലാട്ടോട് പറഞ്ഞു, ഇവിടെ ആരും ആയുധധാരികളായിട്ടില്ല, ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് പിടിച്ച് ഇവനെ കൊല്ലുക. അപ്പോൾ ഒരുത്തൻ ഇവനെ കൊല്ലാൻ വേണ്ടി ഓടി വന്ന സമയത്ത് വിഭീഷണൻ അവരെ തടുത്തുകൊണ്ട് പറഞ്ഞു, അരുതരുത് ദുരിതമിത ദൂതനെ കൊല്ലുക, നാർക്കടുത്തു നൃപൻ മാർക്കു ചൊല്ലിയിടുവിൻ. ദൂതനെ കൊല്ലാൻ വേണ്ടി പാടില്ലല്ലോ. മാത്രമല്ല, ഇവനെ നമ്മൾ ഇവിടെ കൊന്നാൽ എങ്ങനെയാണ് ഇവന്റെ സ്വാമിയായ ശ്രീരാമനെ വിവരം അറിയുക? അപ്പൊ നമുക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്, അതിന് പുനർ ഇവനൊരു അടയാളം ഉണ്ടാക്കി നാം അങ്ങ് അയക്കണം. ഇവനൊരു അടയാളപ്പെടുത്തിയിട്ട് അയക്കുകയാണ് വേണ്ടത്, അപമാനിച്ചു വിടണം. ഇത് എങ്ങനെ വിഭീഷണൻ പറഞ്ഞപ്പോൾ, എങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി രാക്ഷസന്മാർ തയ്യാറെടുക്കുന്നു.